ജയപാൽ സാറിനെ ഉപഹാരം ഏറ്റുവാങ്ങാനായി നമ്മൾ ഒന്നുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ഒരു വലിയ സംസ്ഥാന സമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്യാൻ മലനാട് ടിവിക്ക് ഒരു അവസരം ഉണ്ടായി. അപ്പം അന്ന് അവിടെ കണ്ട ഒരു ബോർഡ്, ഞങ്ങൾ ഇനി മായം കലർന്ന ഭക്ഷണ വസ്തുക്കൾ വിൽക്കില്ല, ഞങ്ങളും കഴിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കില്ല എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സംരംഭകരെയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമായി. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് എങ്ങനെ ഈ പറയുന്ന ഭക്ഷണത്തിലെ മായം കുറയ്ക്കാൻ പറ്റും, എങ്ങനെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ ചേർക്കാൻ പറ്റും. ഹോട്ടൽ വ്യവസായികൾക്കാണ് അതിൽ ഏറ്റവും പങ്ക് വഹിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നോട് ജയമോഹൻ ചേട്ടനൊക്കെ പറഞ്ഞത് ഉറവിടത്തിലെ മായം, എന്തായാലും ഹോട്ടൽ രംഗത്തുള്ള ആ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് സമൂഹത്തിലെ ഈ പറയുന്ന ഭക്ഷണത്തിൽ മായം കലർത്തുന്നതിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ഐ ഓപ്പണറായിരുന്നു. അപ്പം ഉറവിട മായം ചേർക്കലിനെ കുറിച്ചാണ് ചേട്ടൻ അന്ന് സംസാരിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലാണ് ഈ മായം ചേർക്കപ്പെടുന്നത്. അത് ഹോട്ടലിലെത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് പകരം കേരളത്തിൽ കാർഷിക മേഖല കുറച്ചുകൂടി ശക്തമാകണം, കർഷകരെ കുറച്ചുകൂടി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, വ്യാജമില്ലാത്ത അല്ലെങ്കിൽ മായമില്ലാത്ത ഭക്ഷണങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഹോട്ടൽ വ്യവസായികൾക്ക് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഹോട്ടൽ രംഗത്ത് നിന്നുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അവരെയാണ് നമ്മൾ ഓടി എത്തി സമീപിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാത്തിനും അവരുടെ ഒരു സജീവ സാന്നിധ്യമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു സാമൂഹ്യമായിട്ടുള്ള കൂട്ടായ്മയുടെ ഇടപെടൽ ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യ സുരക്ഷയുള്ള ഒരു കേരളം അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷയുള്ളൊരു ഭാരതം, അത് മലനാട് ടിവിയുടെ സ്വപ്നമാണ്. അതിനുവേണ്ടിയുള്ള യാത്രകൾ ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. ഈ പുരസ്കാരം അതിനുവേണ്ടിയുള്ളതാണ്. ഇവിടെ ഭക്ഷ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ടോസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ FSSAI അടക്കം, അതായത് കാർഷിക സർവകലാശാല അടക്കം, കേരളത്തിലെ വിവിധ മൃഗസംരക്ഷണ വകുപ്പ് അടക്കം വിവിധ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അടക്കമുള്ള വിവിധ സംഘടനകളും ഫാമിംഗ് തൊട്ട് തീന്മേശയിലെത്തുന്നവരെ ഭക്ഷണ സാധനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റിയാണ് മലനാട് ടിവിയെയും ഞാൻ അതിലേക്ക്, ആ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, മലനാട് ടിവിയുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിനാണ് തുടങ്ങിയത്. ഇന്നിവിടെ വന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് മലനാട് ടിവി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഞങ്ങളും മലനാട് ടിവിയോടൊപ്പം പങ്കാളിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ ഇങ്ങനൊരു അവാർഡ് തരാൻ ക്ഷണിച്ചതിൽ മലനാട് ടിവിക്കുള്ള നന്ദി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. TV ഫിലിം അവാർഡ്സിന്റെ ഉപഹാരം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത് ജയപാൽ സാറാണ്. താങ്ക് യു സോ മച്ച് സർ.